സർവീസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രസകരമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സർവീസ് സ്റ്റോറി. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പരിതാപമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം നമുക്കിപ്പോൾ ഇവിടെ ആര് ജയിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഗവൺമെൻറ് വന്നാലും അവർ നല്ലത് ചെയ്താൽ സ്തുതി പാടും, മോശം ചെയ്താൽ നമ്മൾ മോശമെന്ന് പറയും. എന്തായാലും UDFൻ്റെ ഒരു തരംഗമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തരംഗത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം ആഹ്ലാദിക്കാൻ തുടങ്ങി. രണ്ട് കൂട്ടരും ആഹ്ലാദിക്കാൻ തുടങ്ങി. ഭരണപക്ഷത്തുള്ള ആളുകളുടെ ആഹ്ലാദം എന്തെന്ന് വെച്ചാൽ നമ്മൾ UDF തരംഗമാണടാ, ഇനി നമ്മൾ പ്രതിപക്ഷത്ത് പോയി NGO യൂണിയൻ്റെയും KGയുടെ ഓഫീസുകളിലെല്ലാം കൊടികളും പഴയ ബാനറുകളും എല്ലാം ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാരണം പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം നമുക്ക് ചോദിക്കണം, എവിടെ DA, എവിടെ DAയുടെ എഴുതിയത് എവിടെ, കട്ട് ചെയ്തത് എവിടെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിച്ച് വലിയ ബഹളം ഉണ്ടാക്കണം. ശമ്പള പരിഷ്കരണം എവിടെ എന്നൊക്കെ, ഇപ്പം താമസിച്ചതൊക്കെ പോട്ട് നമുക്ക് വലിയ അടിയുണ്ടാക്കി വാങ്ങണമെന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റ് ചലോ സെക്രട്ടേറിയറ്റ്, നമുക്ക് സെക്രട്ടേറിയറ്റ് വളയണം. വേണ്ട ബഹളത്തിൽ പിന്നെ പരിപാടിയായി, കലാജാഥയായി, കാസർഗോഡും തിരുവനന്തപുരം വരത്തി വാഹനയാത്രയായി, അടിപൊളി. ഭരണകക്ഷത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന NGO യൂണിയനും KGOക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ അതിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് വരും, റിട്ടയർ ആയവർക്കും ബുദ്ധിമുട്ട് വരും. കാരണം ഈ പൊസിഷനുകളൊക്കെ മന്ത്രി ഓഫീസ് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ വരും. അതവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ മിഷനുകളിലൊക്കെ കയറിയിരിക്കാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. എന്നാലും കുറച്ച് പേരൊക്കെ UDF വരുമ്പോഴും കയറും, അത് വേറെ കാര്യം. UDFനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ് പ്രതിപക്ഷത്തുള്ളവർ. കാരണം അവർ ഭരണപക്ഷത്ത് വരാൻ പോവുകയല്ലേ, സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മേടിക്കാം. അപ്പോൾ UDF ഹാപ്പി, LDF ഹാപ്പി. ഈ ഹാപ്പിനെസ് വരാനുള്ള ഒരു കാരണം 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ 5 വോട്ട് പോലും പിണറായി വിജയൻ സർക്കാരിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. എന്നോട് ഒരുപാട് ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ ഉദ്യോഗസ്ഥരും പറഞ്ഞു, സാറേ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു പണി കൊടുക്കും പിണറായി വിജയൻ, ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം ബാലഗോപാലാണ് പ്രതി. അദ്ദേഹം DA കൊടുത്തു, DR കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുത്തി, ഒരു ബിലീഫ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഉദ്യോഗസ്ഥരായിട്ടുള്ളൊരു കോൺട്രാക്റ്റ്, ഒരു മ്യൂച്വൽ കോൺട്രാക്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി, ഒരു ജെൻറ്റിൽമാൻഷിപ്പ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പറയും കൊടുക്കൂല, കോടതിയിൽ പറയും കൊടുക്കാൻ പറ്റില്ല എന്ന്, വെളിയിറങ്ങി പറയും കോടതിയിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. ഇങ്ങനെ ഒരുപാട് തരികിട ഉടായ്പ് ജഗപുകയൊക്കെ നടത്തിയത് കൊണ്ട് ബാലഗോപാലൻ്റെ പാർട്ടിക്ക് വോട്ടില്ല എന്ന് 5.5 ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇനി ഒരു 8.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർ, പെൻഷൻ പറ്റിയവരുണ്ട്, അവരും പറഞ്ഞു ഞങ്ങളും വോട്ടില്ല. അങ്ങനെ ഒരു 13 ലക്ഷം ഇൻറ്റു 5, 4 പിടിച്ചോളൂ, അല്ലെങ്കിൽ 5 പിടിച്ചോളൂ, അല്ലെങ്കിൽ 2 പിടിച്ചോളൂ. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ 2 പിടിച്ചോളൂ. 10, 25, 30 ലക്ഷം വോട്ട് LDFന് കിട്ടിയിട്ടില്ല. ഈ തോൽക്കുകയാണെങ്കിൽ, അതായത് LDF തോൽക്കുന്ന കഥ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്, UDFൻ്റെ തരംഗം വരുന്ന കഥ വെച്ചാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പറ്റിച്ചു എന്ന് തന്നെ പറയണം. അവർ നമ്മളെ MM മണിയാശാൻ്റെ ഭാഷയെ പറഞ്ഞാൽ വാങ്ങിച്ച് നക്കിയിട്ട് തേച്ചു. ഇനിയിപ്പോൾ മണിയാശാൻ വച്ചിട്ടുണ്ടല്ലോ, കഴിയട്ടെ, ഇലക്ഷൻ റിസൾട്ട് ഒന്ന് വരട്ടെ. മണിയാശാൻ നമ്മൾ ഇറക്കുന്നുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്തൊക്കെ വരും. സകലവനെയും പള്ളു പറയും, നീയൊക്കെ DA 2 DAയും 4 DRും 5 DAയും 6 DRും അതുപോലെ ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ വെപ്പിച്ചു, മെഡിസെപ്പിനെ കൊണ്ടുവരുന്നിച്ചു, നിങ്ങൾ അശ്വയുടെ പെൻഷന് കമ്മിറ്റി വെപ്പിച്ചു, സകലതും ചെയ്തിട്ട് എല്ലാം വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങളെ തേച്ചു അല്ലേ. എടാ പോമോനെ ദിനേശ എന്നൊക്കെ പറഞ്ഞ് ഡാഷ് മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തെറി വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും കൈകൂപ്പുന്നു, നിങ്ങൾ കൃത്യമായി പറ്റിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് 4-ാം തീയതി കാണാം. 4-ാം തീയതി വീണ്ടും LDF ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയില്ല. ഈ എല്ലാ 10ഓളം ആളുകളാണ്, 10 സംഘടനകളാണ് ഈ ഇത് സർവേ നടത്തിയിരിക്കുന്നത്. 10 സംഘടനകളും കൂടി പറഞ്ഞിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി. പിന്നെ എന്താ സംഭവിക്കുക എന്ന് 10 പേരും കൂടി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പിന്നെ ഇത് കിട്ടുമെന്ന്, ഏത് UDFന് അധികാരം കിട്ടുമെന്നും 74 മുതലാണ് 94 വരെ സീറ്റുകൾ കിട്ടുമെന്നാണ് വിവിധ ഏജൻസികൾ പറയുന്നത്. 10ഓളം ഏജൻസികളാണ് പറയുന്നത്. മലയാള മനോരമ ഉൾപ്പെടെ, സീനു സർവേ ഉൾപ്പെടെ, ആക്സിസ് മൈ ഇന്ത്യ ഉൾപ്പെടെ ഒരു 10ഓളം ഏജൻസികൾ, സുദർശൻ, അങ്ങനെ ചാണക്യ എന്നൊക്കെ പറയുന്ന 10ഓളം അതിൽ പെയ്ഡ് കാണും, അല്ലാത്ത ജെന്യൂൻ കാണും, എല്ലാം കാണും, അത് നമുക്കറിയത്തില്ല. എന്തായാലും 10 സംഘടനകളും 10 സ്ഥാപനങ്ങളും പറഞ്ഞിരിക്കുന്നത് UDF വരുമെന്നാണ്. അങ്ങനെ UDF വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തേച്ചു മക്കളെ തേച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ സമയത്ത് കിട്ടാത്തത് കൊണ്ടും സമയത്ത് കൊടുക്കാത്തത് കൊണ്ടും
കൊടുക്കാമെന്ന് പറയുന്ന കാലങ്ങളിൽ കൊടുക്കാത്തത് കൊണ്ടും ഒരു തട്ടിപ്പിൻ്റെ ഒരു രൂപമുണ്ടെന്നൊരു തോന്നലുള്ളത് കൊണ്ടും 10-13 ലക്ഷം ആളുകൾ നശിപ്പിച്ച് മക്കളെ നമ്മളെ തേച്ച് കളഞ്ഞു. LDFനെ തേച്ചൊട്ടിച്ച് കളഞ്ഞു. പ്രോബബ്ലി അല്ലെങ്കിൽ പ്രൊവൈഡഡ് ഇഫ് കണ്ടീഷനിലാണ്. കണ്ടീഷൻ എന്ന് വെച്ചാൽ LDF തോറ്റാൽ, അല്ല LDF ജയിച്ചാൽ ഇതിൻ്റെ പ്രശ്നം. ഇങ്ങനെ ഒരു കണക്കെടുപ്പിനൊന്നും കാര്യമില്ല. ചിലപ്പോൾ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തില്ലായിരിക്കും. ആ കണക്കെടുപ്പ് നമ്മൾ നടത്തൂല. തോറ്റാൽ നമ്മൾ ഇതിൻ്റെ കണക്കെടുക്കും. എന്നിട്ട് സൂക്ഷിച്ച് വച്ചോ. ഓഫീസുകളിലൊക്കെ യൂണിയൻകാരൊക്കെ ഉണ്ട്, നീയൊക്കെ വോട്ട് ചെയ്തില്ലല്ലടാ എന്നുള്ള നല്ല കണക്കെടുപ്പ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം.